പ്രശ്നം. ഇതാണ് ഏറ്റവും വലിയ അത് പ്രശ്നം. അത് വേൾഡ് കപ്പിലും അതായത് കണ്ടില്ലേ നീ, വേൾഡ് കപ്പ് കിട്ടിയിട്ട് കാമുകിയായിട്ട് കാണിച്ചു കൂട്ടി എന്താണ്? വേൾഡ് കപ്പ് അതെ അതെ ഒരുമാതിരി കാലിന്റെ അടിയിൽ വെച്ച് കാമുകിയുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതെ ഏഹ് അതായത് അദ്ദേഹത്തിന്റെ ഇപ്പം ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് അതാണ്. കാരണം കഴിഞ്ഞ ദിവസം BCCI പുതിയൊരു ഉത്തരവിറക്കി. ഭാര്യയോ അച്ഛനോ അമ്മയോ അല്ലാതെ വേറെ കാമുകിമാർക്ക് താരങ്ങളുടെ യാത്ര ചെയ്യാനോ ബസ്സിൽ കയറാനോ അനുവാദമില്ല എന്ന്. നല്ല ഉത്തരവ്, അതിന് നല്ല ഉത്തരവ്. ആ ഉത്തരവ് ഇറക്കുന്നുണ്ട്. അതായത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ അംബാനി ഹാർദിക് പാണ്ഡ്യ. അതായത് ആദിൽ പാണ്ഡ്യനെതിരെ അംബാനി BCCIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ അതിന്റെ പുറമെയാണ് BCCI ഇങ്ങനെ തീരുമാനം എടുത്തതെന്നാണ് തീർച്ചയായും, ഇപ്പം പറയുന്നത്. തീർച്ചയായും, കാരണം തീർച്ചയായിട്ടും. വെച്ചാല് അതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാല് താരങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവാതിരിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും ഈ മനസ്സിലായോ ഹാർദിക് കാര്യം? പാണ്ഡ്യയുടെ ഒക്കെ സ്വഭാവം കണ്ടിട്ടാണെന്ന് ഈ ഇഷാൻ കിഷൻ അടക്കം ഇപ്പൊ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെവലിലോട്ട് അല്ല വരാണ് ഈ പക്ഷെ ഇഷാൻ കിഷൻ എന്തൊക്കെ വന്നാലും കളിയിൽ ഒരു ആത്മാർത്ഥതയുണ്ട്. എനിക്ക് കാമുകി ആത്മാർത്ഥതയുണ്ട്. ഉണ്ടെങ്കിൽ എന്താ പിന്നെ അതെ പിന്നെ അതെ നീ ഒരു കാര്യം മനസ്സിലാക്കിയ, നമ്മളിപ്പോ ഹാർദിക് പാണ്ഡ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു സൈഡിൽ ഹാർദിക് പാണ്ഡ്യ ഇത്രത്തോളം മാനേജ്മെന്റിനെ, ഉടമേനെ, അംബാനിനെ അടക്കം ഇത്രയും ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ ആരാധകരെ ഒരു പച്ചത്തെറി പറയുകയാണ് ഹാർദിക് പാണ്ഡ്യനെ അതെ തന്നെ അതെ നമ്മൾ പച്ചത്തെറി പറയേണ്ട സാഹചര്യം. പക്ഷെ മറ്റൊരു സൈഡിൽ ഹാർദിക് പാണ്ഡ്യ ഇങ്ങനെ കളിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ചേട്ടനായിട്ടുള്ള കൃണാൽ പാണ്ഡ്യ ടീമിന് വേണ്ടി ചത്ത് കളിക്കുകയാണ്. ചത്തു നീ കിടന്ന് ഒന്ന് കളിക്കുക. ആലോചിച്ച് അത് നോക്കി, അത് 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 തോക്കണ്ട അത് കളിവരൊക്കെ ജയിപ്പിക്കണ അതെ അതെ പുള്ളി. ഏഹ് അതില് മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം വെച്ചാൽ അതില് ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ ടീമിൽ സ്ഥിരമാണ്. ഉം, മനസ്സിലായോ? ഉം, ഇന്ത്യൻ ടീമിൽ സ്ഥിരവാ. അദ്ദേഹത്തിന് പരിക്ക് പറ്റുമ്പോഴല്ലാതെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു പോകുന്നില്ല അദ്ദേഹം. പക്ഷെ ഉം, ക്രൂണൽ പാണ്ഡ്യ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലോട്ട് ക്ഷണം കിട്ടുന്നില്ല. ഉം, എന്തേലും എഫേർട്ട് ഇട്ട് എന്തേലും ഇട്ട് കളിച്ചാൽ പോലും. ഇപ്പം ജഡേജ ആയിരുന്നു, ജഡേജ കഴിഞ്ഞപ്പോ അക്ഷർ പട്ടേല്, ഇപ്പൊ ഉം, ഇവരൊക്കെ കാരണം ക്രൂണൽ പാണ്ഡ്യക്ക് ഇന്ത്യൻ ടീമിൽ 1-2 തവണയും കണ്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ഉം. അതായത് ഏതാണ്ട് B ടീം ഇട്ട സമയത്തും കണ്ട് അങ്ങനെ. അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലോട്ട് ക്ഷണം കിട്ടുന്നില്ല. ഉം. അതൊക്കെ അദ്ദേഹത്തിന് ഒരു കാരണം അതുകൊണ്ടൊക്കെ പക്ഷെ ആയിരിക്കും എന്നാലും അദ്ദേഹത്തിന് ഞാൻ കിട്ടുന്ന മനസ്സിലാക്കിയത്തോളം ഹാർദിക് പാണ്ഡ്യനെ വെച്ച് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാല് കൃണാൽ പാണ്ഡ്യ ശരിക്കും അണ്ടർ റേറ്റഡ് ആണ്. കാരണം ഏറ്റവും ബെസ്റ്റ് പണ്ട് മുതൽ ഞാൻ കാണുന്നതാണ് കൃണാൽ പാണ്ഡ്യനെ, പല ടീമുകളിൽ കാണുന്നതാണ്. കൃണാൽ പാണ്ഡ്യ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ ആണ്. കാരണം അതെ ഇത്രത്തോളം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സീസണിലാണെങ്കിൽ പോലും പുള്ളി സ്പിന്നറും ആണ് പേസ് ബോളറും ആണെന്നുള്ള ലെവലാണ് പുള്ളി ബോളർ ചെയ്യണത്. പുള്ളിയുടെ അതെ അതെ സ്പിന്നാണോ അവന്റെ പേസ് ആണോ നമുക്ക് പറയാൻ പറ്റൂല. ഏത് അതെ വലിയ അദ്ദേഹം വിക്കറ്റും പുള്ളിക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ബാറ്റിംഗിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കളി അതായത് RCB ഈ കളിയല്ല അതിനു മുംബൈ മുമ്പ് ഏഹ് മുംബൈയായിട്ടുള്ള ആ കളി. അതായത് മുംബൈയായിട്ടുള്ള കളി മുംബൈ തോക്കാൻ കാരണം മെയിൻ കാരണം ഈ കൃണാൽ പാണ്ഡ്യ ഇന്നിങ്സ് ആണ്. ക്രൂണൽ പാണ്ഡ്യയുടെ ബാറ്റിംഗ് ആണ്. കാരണം അവൻ ഇത് സമയത്തൊക്കെ ഏറ്റിന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു ടീമിന്റെ അതെ ട്രസ്റ്റ് ആലോചിച്ച് നോക്കി. ഏഹ് അതെ അത് അദ്ദേഹം അത്രയും സ്റ്റാർ അദ്ദേഹം പണ്ട് സ്റ്റഡഡ് തൊട്ട് ആയിട്ടുള്ള അടിപൊളിയാണ്. ടീമില് കാരണം ക്രൂണൽ പാണ്ഡ്യ